1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രിസഭാ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരങ്ങളായിരുന്നു. അവർക്കറിയാത്ത വിഷയങ്ങളൊന്നുമില്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക്. അപാരമായ വൈജ്ഞാനിക സ്രോതസ്സിന്റെ ഉടമകളായിരുന്നു അവരെല്ലാം. അവർ കേരളത്തിന്റെ പ്ലാനിങ്ങുകളെ കുറിച്ച്, കേരളത്തിന്റെ സാമ്പത്തിക വരുമാനങ്ങളെ കുറിച്ച്, സമ്പത്ത് എങ്ങനെ വികേന്ദ്രീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച്, കേരളത്തിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യപരമായ മേഖലകളിൽ ഉണ്ടാക്കേണ്ട മുന്നേറ്റങ്ങളെ കുറിച്ചൊക്കെ ക്രാന്തദർശിത്വമുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായതുകൊണ്ട് തന്നെ അവരെടുത്ത ആദ്യത്തെ നടപടിയാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇന്നേ വരെ നടപ്പിലാക്കപ്പെടാത്ത ഭൂപരിഷ്കരണ നിയമം. ആ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കപ്പെട്ടതോടുകൂടിയാണ് കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും മതിലുകളെ ചവിട്ടിയെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ മനുഷ്യന്മാർക്ക് ഭൂമി കിട്ടുമെന്നുള്ളൊരു അവസരം, ആ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് ഉണ്ടാക്കി കൊടുത്തത്. അത് അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയായിരുന്നു. ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പദ്ധതിയായിരുന്നു അത്. ഇന്നിപ്പോ 2025 ഒരു ഭൂപരിഷ്കരണം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. കാരണം സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ചുറ്റുപാടുകൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും മാറിപ്പോയി. അന്ന് കൊടികുത്തി വാന്ന ഭൂജന്മിത്വത്തിനെതിരായി, നാടുവാഴിത്തത്തിനെതിരായി കർശന നിലപാടെടുത്തുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ചിട്ടുള്ള വലിയ വലിയ ഭൂജന്മിമാരുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് ഈ നിയമം കടന്നു ചെന്നുകൊണ്ട് ഗവൺമെന്റ് ഭൂമിയില്ലാത്ത ഒരുപാട് ജനതയ്ക്ക് ഈ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ഭൂമി ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതന്ന് തുടങ്ങി 57 തുടങ്ങി അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രക്രിയ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ അന്ന് മുതൽ ഇന്നേ വരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ നടപ്പിലാക്കിയെന്ന് വസ്തുനിഷ്ഠമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട നാളുകളാണ് തെരഞ്ഞെടുപ്പ് നാളുകൾ.